ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, എനിക്കിവിടെ പുതിയ കോളേജിൽ അഡ്മിഷനൊക്കെ കിട്ടി. അപ്പോൾ നമുക്കിന്ന് അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. ഇന്ന് എൻ്റെ ഫസ്റ്റ് ഡേ ആണ്. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു സൈക്കിളാണ് ഗൈസ് ഉള്ളൂ. എൻ്റെ കയ്യിൽ വേറെ വണ്ടിയൊന്നുമില്ല. നമുക്ക് ഏതായാലും ഈ സൈക്കിൾ എടുത്തുകൊണ്ട് കോളേജിലേക്ക് പോവാം. ഓക്കെ, എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സൊന്നും ഇല്ലാട്ടോ ഗൈസ് ഈ കോളേജിൽ. അത് വിഷമമുണ്ട്. അത് കുഴപ്പമില്ല. നമ്മുടെ റാമ്പ് ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അടുത്താണ് ഗൈസ് എൻ്റെ കോളേജ്. ഞാൻ അവിടെ കോളേജിലേക്ക് എത്തി. പക്ഷെ എൻ്റെ പൊന്നി, ഇത് എന്തൊക്കെയത് ഗൈസ്! ഇവിടെ ഇഷ്ടംപോലെ സൂപ്പർ ബൈക്സ്, സൂപ്പർ കാറൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ സീനിയേഴ്സിൻ്റെ ആണെന്നാണ് തോന്നണേ. അയ്യോ, ഞാൻ ആരോട് ചോദിച്ചിട്ടാണ് ഞങ്ങളുടെ വണ്ടി തുടങ്ങുന്നത്? അയ്യോ ചേച്ചി, ഞാൻ തൊട്ടൊന്നുമില്ല. ഞാൻ ചുമ്മാ നോക്കിയതാ. ഞാൻ ആദ്യമായിട്ടാണ് ഈ സൂപ്പർ കാർസൊക്കെ കാണുന്നത്, അതുകൊണ്ടാണ്. അയ്യേ, എന്താന്ന് നീ ആദ്യമായിട്ടാണ് സൂപ്പർ കാർസ് ഒക്കെ കാണുന്നത്? നീ ഒന്ന് ഞങ്ങളുടെ വണ്ടിയിൽ തൊടുകയും വേണ്ട, നോക്കുകയും വേണ്ട. നിന്നെ പോലത്തെ പാവപ്പെട്ടവർക്കൊന്നും ഉള്ളതല്ല ഈ വണ്ടി. നീ പോടോർന്ന്. എന്താ ചേച്ചി, ഞാനൊന്ന് നോക്കിയല്ലോ. നീ അങ്ങനെ ഇപ്പൊ നോക്കണ്ട, ഇറങ്ങി പോടോർന്ന്. ഇനി ഇവിടെ ഒന്നും ഞങ്ങളുടെ നല്ല ഇടിയിട്ടു. എടാ, ഈ പേട്ട സൈക്കിളും കൊണ്ടുവന്ന ചെറുക്കൻ നമ്മുടെ വണ്ടി തൊടുവാടാ. അയ്യോ ചേട്ടാ, ഞാൻ തൊട്ടൊന്നുമില്ല, ചുമ്മാ നോക്കിയോളൂ. നീ ഇനി ഇവിടെ നിന്ന് ഞങ്ങളുടെ നല്ല ഇടിയിട്ടും പോടാ. ആ, ഞാൻ പോവാ. ക്ലാസ് തുടങ്ങാറായി. ഗൈസ്, എൻ്റെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഭയങ്കര ബോറിംഗ് ആയിരുന്നു. എന്നാലും ഞാൻ ക്ലാസ് ഒന്നും കട്ട് ചെയ്യാതെ അവിടെ പിടിച്ചു നിന്നു. ഇനി നമുക്ക് നേരെ വണ്ടി എടുത്തോണ്ട് വീട്ടിലേക്ക് പോവാം. കുറേ സീനിയേഴ്സൊക്കെ ഇപ്പോൾ പോയിട്ടോ ഗൈസ്. ആ പെണ്ണ് എന്തായാലും അവൾക്കൊരു പണി കൊടുക്കണം. സീനിയർ ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ക്ഷമിച്ചത്. ഇനി എന്നെ കൊണ്ട് ക്ഷമിക്കാൻ പറ്റില്ല. ആദ്യം കുറേ ക്ഷമിച്ചു, അതിന് പിന്നെ അവൾ പ്രശ്നം ഉണ്ടാക്കാൻ വരികയാണ്. എന്തായാലും അവൾക്കൊരു പണി കൊടുക്കണം. ഇവിടെ എന്തത്? ഇവിടെ ഒരു ഓടിയൊക്കെ പൊളിഞ്ഞ് കിടക്കണ്ടല്ലോ ഗൈസ്. ആക്സിഡൻ്റ് ആയിരുന്നു തോന്നുന്നു ഇവിടെ. ഇവിടെ ഒരു റൂമിനൊക്കെ ഇടിച്ച് കയറിയിട്ടുണ്ട്. ഇതെന്താണ്, പുകയൊക്കെ വരണ്ടല്ലോ ഗൈസ്. ഈ വണ്ടി ഫുൾ പൊളിഞ്ഞു കിട്ടും ഗൈസ്. എൻജിനിൽ നിന്നൊക്കെ പുക വരുന്നുണ്ട്. വണ്ടി ഫുൾ ഡാമേജ് ആയിക്കാണ്. സൈഡിലത്തെ ഡോറൊക്കെ തെറിച്ചു പോയാൽ കണ്ട്. പിന്നെ ഫ്രണ്ട് ഗ്ലാസ്സൊക്കെ പൊട്ടി ഗൈസ്. നമുക്ക് ഈ വണ്ടി സ്റ്റാർട്ടാവാൻ നോക്കാം. സ്റ്റാർട്ടാവാൻ സാധ്യത കുറവാണ്, എന്നാലും നോക്കി നോക്കാം നമുക്ക്. ചിലപ്പോൾ ആയാലോ. ഗൈസ്, വണ്ടി സ്റ്റാർട്ടായി ഗൈസ്. ഞാൻ വിചാരിച്ചില്ല സ്റ്റാർട്ടാവുന്നു. പിന്നെ ഓഫായി ഗൈസ്. വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് ഗൈസ്. എനിക്ക് തോന്നണം ഈ വണ്ടീൻ്റെ ആരും റിപ്പയർ ചെയ്തൊന്നും എടുക്കാൻ പോള. നമുക്ക് ഏതായാലും ഈ വണ്ടി സ്വന്തമായിട്ടങ്ങ് എടുക്കാം. പുതിയ വണ്ടി മേടിക്കാനുള്ള പൈസ ഒന്നും നമ്മുടെ ഇല്ല. ഇത് നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാം. അയ്യോ ഗൈസ്, വണ്ടിക്ക് ബ്രേക്ക് കിട്ടില്ല. നാട്ടുകാരെ മാറിയെന്നോ. എൻ്റെ അമ്മോ. ബൈ ബൈ, ടാറ്റാ, ഗുഡ് ബൈ, ഗയാ. ഗൈസ്, നമ്മളെങ്ങനെയൊക്കെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. സീൻ എന്താണെന്ന് വെച്ചാൽ വണ്ടിക്ക് ബ്രേക്കില്ല ഗൈസ്. ഇപ്പം ചാവേണ്ടതായിരുന്നു. ഒരു ഇടിയൊക്കെ കൊണ്ടുവന്ന് ഇടിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ സ്പീഡിൽ വണ്ടി ഓടിച്ചാൽ പിന്നെ നിർത്താൻ നോക്കിയാൽ ബ്രേക്ക് കിട്ടില്ല. പയ്യെ ഓടിച്ചിട്ട് നിർത്തിയാൽ വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. നമുക്കിനി വണ്ടി കുറച്ച് പണിയാനുണ്ട്. പണി കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. നമ്മുടെ വണ്ടിയുടെ പണിയോടെ കഴിഞ്ഞു. ഇപ്പോൾ രാത്രിയായിട്ടുണ്ട്. ഞാൻ തന്നെയാണ് പണന്തേ. ഇപ്പോൾ പണി കഴിഞ്ഞുള്ളൂ. രാത്രി ഞാൻ കുളിച്ച് ഫ്രഷ് ആകാൻ വേണ്ടി അകത്തേക്ക് പോയതാണിപ്പോൾ. നമ്മുടെ വണ്ടി ഞാൻ ഗ്യാരേജിൽ തന്നെ ഇട്ടിട്ടുണ്ട്. വണ്ടി ഫുൾ പണിത് ഗൈസ്. ഇതാണ് നമ്മുടെ വണ്ടി. വണ്ടിയുടെ ലുക്കേ മാറി. ഡോറും വെച്ചു, പെയിൻറ്റും മാറ്റി, എല്ലാം ശരിയാക്കി ഗൈസ്. ബ്രേക്കും വെച്ചിട്ടുണ്ട്. ബ്രേക്കും ശരിയാക്കി. ബ്രേക്കില്ലാതായിരുന്നു ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ എൻജിനൊക്കെ റിപ്പയർ ചെയ്തു. അപ്പോൾ ഗൈസ്, ഈ വണ്ടി കൊണ്ട് ഞാനിപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആ പെണ്ണിന് ഒരു പണി കൊടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ഓമിനിവ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമുക്ക് അവളെ കിഡ്നാപ്പ് ചെയ്തിട്ട് പൈസ വയ്ക്കാം. എങ്ങനെയുണ്ട് ഗൈസ് പ്ലാൻ? ഇവിടെ അവൾ ഉണ്ടാവും ചിലപ്പോൾ. അവൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവളവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് നൈസായിട്ട് അവളെ വണ്ടി കയറ്റാം. അയ്യോ ഗൈസ്, വണ്ടി നൈസായിട്ട് അവളുടെ മേത്ത് ഇടിച്ചു. അയ്യോ, അവള് ചത്തല്ല, ബോധം പോയി കാണുള്ളൂ. നോക്കിയിട്ട് ഇവളടുത്ത് വണ്ടിയിലിടാം. എടി, നീ എണിച്ചോ? നീ എന്നെ കളിയാക്കുമല്ലേടി? ആടാ, ഞാൻ കളിയാക്കും. അതിനിപ്പോ നിനക്കല്ല. നീ പേട്ട സൈക്കിൾ ഓടിച്ചോട്ടപ്പോ എല്ലാരും നിന്നെ കളിയാക്കും. നീ ഇനി ആരോടും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ ചെയ്യും, അതെന്നെ ഇഷ്ടം. നീ ചെയ്യുവോ? ഇതെന്താന്ന് നീ കണ്ടോ? ഒന്ന് പോയോടൊന്ന് പൊട്ടാസോ കൊണ്ടൊന്ന് പേടിപ്പിക്കണോ? പൊട്ടാസോക്കോ? ഇത് ഒറിജിനൽ പിസ്റ്റലാ. ഇത് കണ്ടോ വെടി വേണോ? അയ്യോ, എന്നെ വെടിവെക്കില്ല. ഞാൻ എന്ത് വേണമെങ്കിലും തരാം.
എന്നാലും എനിക്ക് 1 കോടി രൂപ ഗൂഗിൾ പേ അയച്ചാട്ടെ. 1 കോടി രൂപയാ? ശരി. ഇനി നീ ആരെങ്കിലും കളിയാക്കിയ ഈ പിസ്റ്റൽ കൊണ്ട് ഞാൻ ശരിക്കും നിന്നെ വെടിവെക്കും. ശരി, ഞാനിനി അങ്ങനെ ചെയ്യില്ല. അങ്ങനെ വഴിക്കുക. ഗൈസ്, നമ്മളവളെ കിഡ്നാപ്പ് ചെയ്ത് നമുക്ക് ഫ്രീ ആയിട്ട് 1 കോടി രൂപയും കിട്ടി. എനിക്കിപ്പോഴാണ് സന്തോഷമായത്. ഇനി അവളെന്തായാലും ആരോടും അങ്ങനെ ചെയ്യില്ല, അതെനിക്ക് ഉറപ്പായി. നമുക്ക് അത്രയ്ക്കും വലിയ പണിയല്ലേ അവൾക്ക് കൊടുത്തത്. അവളെ നൈസായിട്ട് വണ്ടി ഇടിച്ചു. ഞാൻ വിചാരിച്ചു അവൾ തട്ടിപ്പോയിന്ന്. എന്തായാലും അവൾ തട്ടിപ്പോയൊന്നുമില്ല, അത് എന്തായാലും ഭാഗ്യം. എനിക്ക് നന്നായിട്ട് ഉറക്കം തന്നെ. ഞാൻ വീട്ടിൽ പോയി വേഗം കിടന്നുറങ്ങട്ടെ.